ഇത് ശരിക്കും വിനീതേട്ടൻ പാടിയ ഒരു ആൽബം ഒരു ഷോർട്ട് ഫിലിമില് എനിക്കിതിപ്പോ തന്നെ രോമാഞ്ചം. കാർത്തിക് സാർ എന്ന് പറഞ്ഞാൽ ജമ്മാണല്ലേ. അവര് സിഗരറ്റ് എന്തോ വലിച്ചോണ്ടിരുന്ന സമയത്ത് സിഗരറ്റ് പോക്കറ്റിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് കൂടെ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള പേപ്പറിൽ കിളി വന്നു കൊഞ്ചിയ ജാലകവാതി അങ്ങനെ അറിയാന്നുള്ള ഒരു വാക്കാണ് ഈ തൂറൽ എന്ന് പറയുന്നത്. ചിലർക്ക് അത് അർത്ഥം അറിയാത്തവർക്ക് ചിലർക്ക് കേൾക്കുമ്പോൾ അയ്യേ എന്നൊരു ഫീല് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഈ പ്രദക്ഷിണ വീതികൾ ഇടറി വീണ്ട പാതകൾ എന്താ ഓർമ്മ വരുന്നത്? എന്നെ പോലുള്ള ചില വണ്ടന്മാര് തെറ്റിച്ചാണ് പാടുന്നത്. സിത്താറിൽ തരഫിട്ടിച്ചിട്ട് വെച്ച് താളം വെട്ടിച്ചിട്ട് സ്വരം ഒരുക്കി പാടടി സരിഗമ 8 കട്ട മൃദംഗത്തിൽ 8 കട്ട ശ്രുതിയിട്ട് പക്കാല കച്ചേരി പാടടി പദനി. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു ഈ ഒരു ഡീറ്റെയിൽ? ശരിക്കും പൊന്നോല തുമ്പി എനിക്കെന്നെ തെറ്റി. ഏവർക്കും സ്വാഗതം ഫൺ വിത്ത് സ്റ്റാർ എന്ന പ്രോഗ്രാമിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദിവാകൃഷ്ണയാണ്. പാട്ടുകളെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ആ പാട്ടുകളുടെ മനോഹാരിത നമ്മളിലേക്ക് എത്തിക്കുന്ന ദിവാകൃഷ്ണ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദി ഷോ. നമുക്ക് ഇപ്പോൾ പാട്ട് വർത്താനം എന്നാണ് അല്ലേ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. ഈ വർത്തമാനം എന്നല്ലേ സാധാരണ പറയാ. അപ്പം ഇത്രയും ഈ ഒരു പാട്ടുകൾക്ക് ചെറിയ വരികളിൽ പോലും തെറ്റ് കണ്ടുപിടിക്കുന്ന ആള് എന്തുകൊണ്ട് വർത്തമാനം എന്നിട്ടില്ല? ശരിക്കും തുടങ്ങാനിരുന്ന പേര് മ്യൂസിക് ടോക്സ് എന്ന് ഇംഗ്ലീഷിലാണ് പേരിടാനിരുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആ പേരടിച്ചപ്പോൾ ആൾറെഡി ആ പേരിൽ ഇഷ്ടം പോലെ പേജുകളുണ്ട്. പിന്നെ നമ്മൾ മലയാളത്തിലാവുമ്പോൾ ഓക്കെ നമുക്കതിന് മലയാളി ആയിരിക്കുമ്പോൾ പാട്ട് വർത്തമാനം എന്ന് വരും. അപ്പോൾ പാട്ട് വർത്തമാനം എന്ന് പറയുന്ന പാട്ട് വർത്താനം എന്നിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിംപ്ലിസിറ്റി ഉണ്ട് അല്ലേ, പറയാനൊരു ഈസിയാണ്. അതുകൊണ്ടാണ് വർത്താനം നിട്ടത്. ഓക്കെ, ഈ കാബൂളിവാല സോങ് ഇല്ലേ, അപ്പം അതിന്റെ ഒരു കഥ പറയാനില്ലേ? കാബൂളിവാല ശരിക്കും പാട്ടുകൾ ചെയ്യുമ്പോഴത്തേക്കും ഡമ്മി ലിറിക് എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ആ ലിറിക് പാട്ട് മ്യൂസിക് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ബിച്ചു തിരുമലയാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം അതിൽ ആദ്യം ഡമ്മി ലിറിക്സ് ആയിരുന്നു കാബൂളിവാല, നാടോടി, കാടാറ് മാസം, സഞ്ചാരി എന്നുള്ളത്. പക്ഷേ പുള്ളി അത് ഈണത്തിനോടൊപ്പം പാടുകയും ചെയ്തു. അത് പുള്ളിയുടെ മനസ്സിൽ പതിഞ്ഞു പോയി. അവസാനം പിന്നീട് അത് പുള്ളിക്ക് മാറ്റാൻ പറ്റിയില്ല. പുള്ളി അതിലും ബെറ്റർ വരികൾ എഴുതാൻ ഒരുപാട് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് എന്തിനാണ് മാറ്റുന്നത്, ഇത് തന്നെ അടിപൊളിയല്ലേ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കാബൂളിവാല, നാടോടി എന്നുള്ളത്. ഓ, അങ്ങനെ വന്നതാണ് അല്ലേ. ഈ പാട്ടുകളുടെ ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് പാട്ടുകൾ തെറ്റുകൾ എന്താണെന്നുള്ളത് നമുക്കാണ് മനസ്സിലാവുന്നത്. ഇത് എങ്ങനെ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു? ശരിക്കും എന്തുവാണ്, ഞാൻ തന്നെ ഞെട്ടി കണ്ടുപിടിച്ച് ഞാൻ തന്നെ ഞെട്ടിയിട്ടാണ് ഞാൻ അത് പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എല്ലാം അറിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന ഒരാളും അങ്ങനെയൊന്നും. ഞാൻ തന്നെ ഇതിന്റെ പിന്നാലെ പോകുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്കൊരു ഞെട്ടൽ വരും. ഇതിങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ ആ ഞെട്ടൽ ഞാൻ ഇതുവഴി ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈ പൊന്നോല തുമ്പിൽ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഓർക്കില്ല. അത് തുമ്പി തുമ്പിന്നാ എല്ലാരും പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ ആ തുമ്പിൽ എന്നുള്ളത് എങ്ങനെ പെട്ടെന്ന് കിട്ടി എന്നുള്ളതാ അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. കാരണം നമ്മൾ എന്തുവാണ് പണ്ട് മുതലേ കണ്ടും കേട്ടും ഒക്കെ വരുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉണ്ടാവും. ഇപ്പോഴത് തുടങ്ങിയപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്യും, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേ. ഓക്കെ, ഈ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന പാട്ട് മോഹൻലാൽ നായകനായി വന്നൊരു പാട്ടാണ്. അത് ആ പാട്ട് എഡിറ്റ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് വൈൽ ക്രൈയിങ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് എഡിറ്റിംഗ് വൈൽ ക്രൈയിങ്. എന്താ ക്രൈയിങ്? അത്രയും കരഞ്ഞുകൊണ്ട് എഴുതാൻ വേണ്ടി മാത്രം എന്തായിരുന്നു? ശരിക്കും ആ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ കുഞ്ഞിലെ കാണുന്നൊരു സിനിമയാണത്. അപ്പോൾ ആ പാട്ടിനോട് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അപ്പം ഞാൻ കാണുമ്പോഴും ഞാൻ കുട്ടിയാണ്, ആ സിനിമയിലും കുട്ടികളുടെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനും കാണുന്നത്. അപ്പം അവസാനം പുള്ളിക്കാരൻ ഇങ്ങനെ മരിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു സ്റ്റേജൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എനിക്കിതിപ്പോൾ തന്നെ രോമാഞ്ചം. അത് ടി വിയിൽ കുഞ്ഞിലെ കാണുമ്പോൾ തന്നെ അത് ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആ സാഡ് വെർഷൻ പിന്നീട് അങ്ങനെ കേൾക്കാറേ ഇല്ല. മറ്റ് 2 വെർഷൻസ് ഇടയ്ക്കിടെ കേൾക്കില്ല. സാഡ് വെർഷൻ കേൾക്കുന്നത് ഭയങ്കര ഒരു ഭാരമാണ്. പക്ഷേ ഇത് എഡിറ്റ് ഇത് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കത് ചെയ്തല്ലേ പറ്റും. അപ്പോൾ അങ്ങനെ അത് കേൾക്കുകയും വീണ്ടും എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് വീണ്ടും റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുമ്പോഴും പുള്ളിയുടെ ലാലേട്ടൻ്റെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടച്ച് ചെയ്യും. അപ്പം അങ്ങനെ അറിയാതെ കരഞ്ഞു പോകുന്നത്. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ
പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. മനസ്സ് വളരെ ലോല ഹൃദയമായിട്ടുള്ള ഒരാളാണോ ദിവാകൃഷ്ണ? തീർച്ചയായും ആണ് അല്ലേ? അതുകൊണ്ടാണോ ഇപ്പം ഈ പാട്ടുകളൊക്കെ, ഈ ഒരു സെന്റി പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ കരയുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്? ആയിരിക്കാം. അത് മാത്രമല്ല, പറഞ്ഞിട്ടുണ്ട് ഡിപ്രഷൻ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ടുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ വരാനുള്ള ഒരു പാട്ടുകളിലേക്ക് ശ്രദ്ധിച്ചത് എന്നല്ല, പാട്ടുകളിലോട്ടുള്ള ഒരു ശ്രദ്ധ നമുക്ക് അതെ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഞാൻ ശരിക്കും ഒരു ഡയറക്ടറാണ്, കുറച്ച് ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സിനിമ തന്നെയാണ് പാഷൻ. അപ്പം അതിലെ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടക്കാതെ വരികയും ചില തടസ്സങ്ങൾ വരികയും നമ്മൾ മൊത്തത്തിൽ മെൻ്റലി ഒന്ന് ഡൗൺ ആയ ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്തൊന്ന് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യുക, ചിന്തകളെ തിരിച്ചുവിടുക. അപ്പം അങ്ങനെ തുടങ്ങിയ പേജാണ് ഈ പാട്ട് വർത്താനം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇത് തുടങ്ങി ജാനുവരിയിൽ എന്തോ ആണല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പെട്ടെന്ന് തന്നെ ഇത്രയും ഒരു വ്യൂവർഷിപ്പ് ഉണ്ടായി, ഫോളോവേഴ്സ് കൂടി, ഓരോ വീഡിയോസിനും 1 മില്യൺ ഒക്കെയാണ് അല്ലേ റീച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്രയും വന്നപ്പോ എന്താണ് ഇപ്പൊ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം? എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് ചാണക്യൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട് കമലഹാസന്റെ. അതിൽ കമലഹാസൻ ഒരു ഡയലോഗ് പറയും, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഴവും കൂടും. അതാണ് ഇങ്ങനെ എനിക്ക് പെട്ടെന്നുള്ള ഉയർച്ചകൾ കാണുമ്പോൾ പേടിയാണ് ശരിക്കും. ആ ഡയലോഗാണ് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കേട്ടോണ്ടിരിക്കുന്നത്. ലിറിസിസ്റ്റ് ആണല്ലോ, എഴുതാൻ അല്ല എന്നാലും 1-2 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, വിനീത് ശ്രീനിവാസനെ വെച്ചിട്ട് പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട്, കാർത്തിക് പാടിയിട്ടുണ്ട്. ആ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം. അത് ശരിക്കും വിനീതേട്ടൻ പാടിയ ഒരു ആൽബം ഒരു ഷോർട്ട് ഫിലിമിന്റെ പാട്ടായിരുന്നു, പഞ്ഞിമുട്ടായി എന്ന് പറഞ്ഞിട്ട്. അത് റിലീസായിട്ടില്ല, പാട്ട് റിലീസായി. അതിലെ കാണാതീരം എന്ന് പറയുന്ന പാട്ടാണ് പുള്ളിക്കാരൻ പാടിയത്. ചെന്നൈയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. പുള്ളി ഭയങ്കര രസമാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് പുള്ളിയായിട്ട്. അതുപോലെ തന്നെ കാർത്തിക് സാർ എന്ന് പറഞ്ഞാൽ എന്തു പറയണം, അതെ 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 ഭയങ്കര ക്യൂട്ടാണ് പുള്ളി നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയായാലും, നമ്മൾ പുതിയ ആൾക്കാരാണ്, പക്ഷെ പുള്ളി ആ ഒരു ഇതൊന്നും കാണിക്കാതെ നമ്മളെ കൂടെ ഇരിക്കുകയും കാര്യങ്ങൾ പറയും. ഞാൻ എഴുതിയ ലിറിക്കിൽ തന്നെ പുള്ളി ചില തിരുത്തലുകൾ പറയും, നമ്മൾ ഇങ്ങനെ മാറ്റാം, ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് മാറ്റിയൊക്കെ പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പം ലിറിക്സ് എഴുതിയിട്ട് ആരെ കൊണ്ട് പാടിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഇല്ല, ആര് പാടിയാലും എനിക്ക് ഓക്കെ ആണെന്നൊക്കെ. ഓക്കെ. ഇപ്പോൾ തിരുവനന്തപുരത്തിനെ കുറിച്ച് ഒരു പാട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷേ പറഞ്ഞിട്ടുണ്ട് മിടുക്കിയായിട്ട് ഉപമിച്ചുകൊണ്ട് എഴുതിയ പാട്ട്, അതിനെക്കുറിച്ചും ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആസ് എ ലിറിസിസ്റ്റ് തോന്നുന്നുണ്ടോ തിരുവനന്തപുരത്തിന്റെ സൗന്ദര്യം വെച്ചിട്ട് ഒരു പാട്ട് എഴുതണമെന്ന്? ഇടുക്കി പാട്ട് റഫീഖ് അഹമ്മദിനെ പോലെ ഒരു ലെജൻഡാണ് എഴുതിയത്. അപ്പൊ അങ്ങനെ എഴുതാനുള്ള ഒരു കഴിവൊന്നും നമുക്കില്ല. പക്ഷെ ഇപ്പൊ ചോദിച്ചപ്പോ ഓക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. പക്ഷെ തിരുവനന്തപുരത്തിനെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മുടെ ആ ഒരു ഭാഷ, ആ ഒരു സ്ലാങ്ങിനെ കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ സൗന്ദര്യത്തിനെ കുറിച്ച് അതെ പറഞ്ഞ് ഉള്ള ഒരു പാട്ടില്ല, കുറവാണ്. ശ്രമിക്കുമോ അതിന് വേണ്ടിയിട്ട്? ശ്രമിക്കാം അല്ലേ? ഓക്കെ. അപ്പം ഞാൻ 1-2 പാട്ടുകൾ, നമുക്കിപ്പം കുറച്ച് കഥകൾ പറയാനുണ്ടാവും ഒരുപാട് പാട്ടുകളുടെ അല്ലേ? അപ്പം അതൊന്ന് ചോദിക്കാം. അതിൽ സമ്മറിൻ ബദലഹേം ഒത്തിരി ഓർമ്മകളുണ്ട് എന്ന് പറയുന്നുണ്ട് കുന്നിമണിക്കൂട്ടിൽ. ആ പാട്ടിൽ എന്താണ് ആ ഓർമ്മകൾ? സമ്മറിൻ ബദ്ലഹേമിലെ പാട്ടുകൾ ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രാത്രി കൂടി, ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ തീർക്കണമേ ആയിരുന്നല്ലോ സെൻസേഷൻ. അതാണ് പണ്ട് കേൾക്കുന്നത്. പിന്നെ ഒരു രാത്രി കൂടി കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കുന്നിമണിക്കൂട്ടിൽ എന്നുള്ള പാട്ട് ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല. അപ്പം ഒരു സമയത്ത് ഈ നമുക്ക് ആദ്യമായിട്ട് കമ്പ്യൂട്ടറൊക്കെ കയ്യിൽ കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയത്താണ് ഈ ആൽബം, വിദ്യാജിയുടെ ഫാനാണ്. അപ്പം വിദ്യാജിയുടെ ആൽബംസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പോൾ അതിൽ ഓരോന്നായിട്ട് കേൾക്കുമ്പോഴാണ് ഈ പാട്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ കേട്ടോടനെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പഴയ എന്തുവാണ് വിൻഡോസ് മീഡിയ പ്ലെയറും മിന്നാമ്പും ഒക്കെ അതിൽ പ്ലേ ചെയ്തൊരു പാട്ടായിരുന്നു അത്. ഒരു കല്യാണ വൈബ്, നല്ല രസമാണ്. അതാണ് ആ ഓർമ്മകളാണ് വരുന്നത് അല്ലേ എപ്പോഴും? ഓക്കെ, ആ ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളാണ്. ഓക്കെ. ഇനി ഒരു പാട്ടുള്ളത് ഏത് മൂഡിലും കേൾക്കാൻ പറ്റിയ പാട്ടെന്ന് പറഞ്ഞിട്ട് ബിടെക്കിലെ ഒരു സോങ് പറയുന്നുണ്ട്, ആകാശവും മേഘവും എന്ന് പറഞ്ഞിട്ട്. ഒന്ന് പാടാവോ? പാടാനതൊക്കെ അത് ശരിക്കും ഏത് മോഡലിൽ കേൾക്കാം. കാരണം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കാറിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ അതേ സമയം അതേ പാട്ട് തന്നെ നമ്മളിപ്പം ഒറ്റയ്ക്കിരുന്നിട്ട്
എന്തെങ്കിലും ഒരു മൂഡ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കേട്ടാലും ഭയങ്കര ഒരു ഫീലാണ്. അതേ സമയം തന്നെ അതിൽ റൊമാൻറ്റിക്, അത് വരികളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. വരികളും മ്യൂസിക്കും തമ്മിൽ ആ ഒരു ബ്ലെൻഡ് ഉണ്ട്. ആ വരികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ആകാശവും മേഘവും സഖി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രണയിനിയോട് സംസാരിക്കുന്നതായിട്ടും പിന്നെ അതിൽ പ്രകൃതി വരുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ട്, അങ്ങനെ എല്ലാം ചേർന്നൊരു പാട്ടാണ്. ഏത് മൂഡിലും കേൾക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രദക്ഷിണ വീതികൾ ഇടറി വീണ പാതകൾ, ഈ പ്രദക്ഷിണ വീതികൾ ഇടറി വീണ്ട പാതകൾ എന്താ ഓർമ്മ വരുന്നത്? ആ, ഒന്നാം രാഗം പാടി. ആ, അതിന്റെ കഥ അതിൽ തന്നെ പറയുന്നുണ്ട്. അതെന്തായിരുന്നു ആ ഒരു സ്റ്റോറി? അത് ഒരുപാട് പേര് ചോദിച്ചത് ഇതെങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടിയത് കണ്ടെത്തിയത്. അതായത് ശ്രീകുമാരൻ തമ്പി വന്നു, പുള്ളിക്കാരൻ പിണങ്ങി പോയി എന്നൊക്കെ ഉള്ളത്. അത് ശരിക്കും വേണുഗോപാലിന്റെ ഒരു ഇന്റർവ്യൂവിൽ വായിച്ചതാണ് പണ്ട്. അത് ദേശാഭിമാനിയിലോ പത്രത്തിലെങ്ങാണ്ട് വായിച്ചൊരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരനാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതായത് പത്മരാജൻ ഇത്രയും സിനിമകൾ ചെയ്തു, പക്ഷേ ശ്രീകുമാരൻ തമ്പി സാർ ഒരു പടത്തിൽ പോലും എഴുതിയിട്ടില്ല. ഇവര് ശരിക്കും റിലേറ്റീവ്സ് കൂടിയാണ്, പക്ഷെ എന്നിട്ടും പുള്ളിയെ പാട്ട് എഴുതാൻ വിളിച്ചില്ല. അപ്പൊ ഇതിൽ ONV സാർ ആയിരുന്നു ശരിക്കും പാട്ട് എഴുതാൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്തോ പ്രശ്നം കാരണം മാറിയിട്ട് പകരമാണ് തമ്പി സാറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ഹോട്ടലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇത്രയും കാലം ആയിട്ടും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, ബന്ധുക്കളാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്മരാജൻ സാർ കയറി വന്നിട്ട് പറഞ്ഞു വർക്ക് മോർ ടോക്ക് ലെസ് എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് എന്തായാലും ഹർട്ടാവുമല്ലോ. പുള്ളിക്കാരൻ പണങ്ങി പോയി. പിന്നീട് പത്മരാജൻ തന്നെ ചെന്ന് അന്വയിപ്പിച്ച് തിരികെ കൊണ്ടുവന്നിട്ട് പുള്ളിയെ കൊണ്ട് എഴുതിച്ച പാട്ടാണ് ഒന്നാം രാഗം മേഘംപൂത്ത് തുടങ്ങിയത്. പക്ഷേ ദിവ ഇപ്പോൾ ഇരുന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നും ദിവയും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു എന്നൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും ദിവ അവിടെ ഉണ്ടായിരുന്നോ എന്ന് തോന്നും. എങ്ങനെ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു ആ ഒരു രീതിയിൽ? അതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ദിവയിലോട്ടൊരു കണക്ഷൻ വരാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പറയുമ്പോൾ. കാരണം നമ്മൾ ഈ കണ്ടറിവും എവിടെയെങ്കിലും വായിച്ചിട്ടുള്ളതും കേട്ടറിവും ഒക്കെയാണ് ആധികാരികമായി പറയുന്നത്. അപ്പൊ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇവൻ ആരാടാ ഇത് പറയാ, നീ ഇത് കണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരാനുള്ള ഒരു സാധ്യത. അത് രണ്ട് രീതിയിൽ അടിക്കും. അങ്ങനെ വരാറുണ്ടോ കമന്റ്സ് എന്തെങ്കിലും? നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വരാറില്ല, ഫേസ്ബുക്കിലൊക്കെ ചിലർ ഇങ്ങനെ ഇടുന്നതിനടിയിൽ വരാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. പുള്ളിക്കാരൻ നന്നായിട്ട് വായിച്ചിട്ടൊക്കെയാണ് നമ്മളോട് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതേപോലെ ഇടുമ്പോൾ തന്നെ ചിലർ തെറ്റ് തിരുത്തി തന്നിട്ടുണ്ട്. അതിലൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാം, കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി അല്ലേ, കിരീടത്തിലെ സോങ് ആണ്. അതിനും ഒരു കഥയുണ്ട് പറയാൻ. എന്താണത്? അത് ശരിക്കും ആ പടം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സിബി മലയിൽ സാർ കണ്ടപ്പോൾ ആ കണ്ണീർ പൂവിന്റെ പാട്ടിൽ ഈ ലാലേട്ടൻ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ഷോട്ട് കൂടി വേണം എന്ന് പുള്ളിക്ക് തോന്നുകയും അങ്ങനെ പുള്ളിക്കാരനെ തിരികെ വിളിച്ചിട്ട് ആ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു ഷോട്ട് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ മുൻപ് പറഞ്ഞ പോലെ ചിലരത് തിരുത്താറുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നടന്നു പോയ ഷോട്ടാണ് ഇത് എന്ന് പറഞ്ഞ് കാണിച്ചത് ഈ വെള്ളം കാണുന്നതും വായിക്കുന്നതും. അതായത് ഇപ്പോൾ സച്ചിദാനന്ദൻ പുഴങ്ങരയുടെ ഒക്കെ എനിക്ക് തോന്നുന്നില്ല വീഡിയോ ഇന്റർവ്യൂ ഉണ്ടെന്ന്. പുള്ളിയുടെ ഏതോ പബ്ലിക്കേഷനിലോ ഓൺലൈനിലോ എന്തോ വന്നൊരു ഇന്റർവ്യൂ ആണ് നേരത്തെ. അപ്പോൾ അതിൽ പുള്ളി പറയുന്നതാണ് ഈ പാട്ടുണ്ടായ കഥയും കാര്യങ്ങളും. അതിൽ കണ്ടതാണ് പുള്ളിക്കാരൻ ഇങ്ങനെ. അത് പുള്ളിക്കാരനാണ് അതിന്റെ സ്ക്രിപ്റ്റ്, രണ്ടുപേരുണ്ട് അതിൽ, സച്ചിദാനന്ദൻ പുഴങ്ങര ചേർന്നാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സിബി മലയിലാണ് ഡയറക്ടർ. അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുകയാണ് ഈ പാട്ട് തനിക്കൊന്ന് എഴുതി നോക്കിയായിരുന്നു. അപ്പോൾ പുള്ളി ഈ തിരക്കഥയുടെ എഴുത്തിന്റെ സിനിമയുടെ ഒക്കെ തിരക്കിലായതുകൊണ്ട് പുള്ളി അത് മൈൻഡ് ചെയ്യാതെ വിട്ടു. പക്ഷേ ചെന്നൈയിലോട്ട് പോകുന്ന ട്രെയിൻ യാത്രയാണ്, വിദ്യാജിയെ കാണാൻ വേണ്ടി പോകുന്ന ഒരു യാത്രയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ജനലിൽ കൂടെ വെറുതെ പുറത്തോട്ട് നോക്കിയിരുന്നപ്പോൾ ഈ ജനാലയിലൂടെ കണ്ട എന്തൊക്കെയോ ചിന്തിച്ച് വന്ന രണ്ട് വരികളാണ്. അപ്പം കയ്യിൽ പേപ്പറൊന്നും ഇല്ല എഴുതാൻ. അപ്പോഴും പോക്കറ്റിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് കൂടെ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള പേപ്പറിൽ പുള്ളി കിളി വന്നു കൊഞ്ചിയ ജാലകവാതി കളിയായി രണ്ട് വരികളാണ് ഒന്ന് പാടാവോ? ഒന്ന് പാടുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. സുജാതയൊക്കെ പാടിയ പോലെ ആ ഒരു ക്യൂട്ട്നെസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അത് വരില്ല, അത് അവര് ലെജൻഡ്സ് ആണ് അല്ലേ? അപ്പൊ ഈ വരികൾ കൊണ്ട് വിദ്യാജിയുടെ കൊടുത്തപ്പോഴും വിദ്യാജി നോക്കിയിട്ട് പറഞ്ഞത് ഇത് അനുപല്ലവിയാണ്, പല്ലവി എവിടെ പുള്ളിക്കാരൻ അത് വായിച്ചപ്പോൾ പുള്ളിക്കാരൻ നോക്കി ഇത് അനുപല്ലവിയായിട്ടാണ് പുള്ളിക്ക് തോന്നിയത്, പല്ലവി വേറെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സച്ചിദാനന്ദൻ പുഴങ്ങര തിരികെ വീട്ടിൽ വരികയും അങ്ങനെ വീട്ടിലിരുന്നിട്ടാണ് ഈ ഫുൾ വരികൾ പല്ലവി ഈ അനുപല്ലവിക്ക് അനുസരിച്ചുള്ള പല്ലവി എഴുതി തുടങ്ങുന്നതും പാട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ശരി, വിദ്യാസാഗറാണ് ഫേവറേറ്റ് ഡയറക്ടർ, ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ. അത് എല്ലാവരും ഉണ്ട്, എന്നാലും കുറച്ചുകൂടി ഒരു ഇഷ്ടം മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള വിദ്യാസാഗറിനോടാണ്. അല്ല, അങ്ങനല്ല, നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം, വിദ്യാജി തന്നെയാണ്. ഓക്കെ, അപ്പൊ വിദ്യാസാഗറിന്റെ തന്നെ ഒരു പാട്ടാണ് നമ്മുടെ നാടോടി പൂന്തിങ്കൾ അല്ലേ? അതിലും ഒരു കഥ പറയാനില്ലേ? ആ പാട്ട് വന്നത്
അതൊന്ന് പറയാം. അത് ശരിക്കും അവർ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു സിനിമയിൽ. കാരണം ചില പാട്ടുകൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യും, പക്ഷെ സിനിമയിൽ അതിനുള്ള ഒരു സ്പേസ് കാണൂല, അപ്പോൾ അവർ ഷൂട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യും. പക്ഷെ ഈ പാട്ട് കാസറ്റ് ഇറങ്ങിയിട്ട് ഭയങ്കര ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇപ്പോൾ ചിത്രഗീതത്തിലൊക്കെ റിക്വസ്റ്റ് വരും, ഈ പാട്ടിടൂ ഈ പാട്ടിടൂ എന്ന് പറയും. പാട്ടിടാൻ വേണ്ടിയിട്ട് സാധനമില്ല, വിഷ്വലില്ല. അപ്പോൾ അങ്ങനെ പടം റിലീസ് ആവാനുള്ള ആ ഒരു ടൈമിലാണ് ഓക്കെ ഈ പാട്ടുകൂടെ നമുക്ക് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലാലേട്ടനെ തിരിച്ച് വിളിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഈ പടത്തിൻ്റെ ലുക്കിൽ നിന്നൊക്കെ മാറി എൻ്റയർലി വേറൊരു താടിയൊക്കെ വെച്ചിട്ട് വേറൊരു ലുക്കാണ്. ആ വേറൊരു ലുക്കിൽ പുള്ളിക്കാരൻ വന്നു, ആ പാട്ട് മാത്രം ഷൂട്ട് ചെയ്തിട്ട് പടം റിലീസായി എനിക്ക് തോന്നുന്നു ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് വീണ്ടും ഫിലിമിൽ റീപ്രിൻ്റ് ചെയ്ത് വീണ്ടും തിയേറ്ററിലോട്ട് വരുന്നത് ഈ പാട്ട്. പക്ഷെ അതാരും നോട്ടീസ് ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലേ അധികം, ഈ മോഹൻലാലിന് താടിയുള്ളതും. പക്ഷെ അതൊന്നും അധികം ഒരു പ്രശ്നമല്ലല്ലോ, ആ സമയത്ത് ലാലേട്ടൻ എന്ത് കാണിച്ചാലും പടം ഓടുന്ന ഒരു വിഷയമല്ല. പക്ഷെ അന്ന് ഈ സോഷ്യൽ മീഡിയക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും അപ്ഡേറ്റ്സ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കുമായിരുന്നു. പക്ഷെ ശരിക്കും അതിൽ ഭയങ്കര രസമല്ലേ കാണാൻ താടിയൊക്കെ വെച്ചിട്ട്. എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ ഇല്ലേ, അതിനൊരു സ്റ്റോറി പറയാനുണ്ട്. പക്ഷെ അത് ഇൻസ്റ്റയിൽ പറയുന്ന ഒരു രീതിയിൽ ഒന്ന് പറയാമോ ഇവിടെ? അത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് മൂന്നാർ ട്രിപ്പ് പോയി, മൂന്നാർ സൂര്യ അപ്പോഴെടുത്തതാണ്. അപ്പോൾ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു മലയുടെ മുകളിൽ പോയി, അവിടുത്തെ സൺസെറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ കാര്യം ഓർമ്മ വന്നത്. അതായത് രണ്ടാം ഭാഗം എന്നുള്ള പടം ഒരു ഫ്ലോപ്പ് ഓടായിരുന്നു. പടം ഗംഭീര പടമാണ്, പക്ഷേ അത് ഫ്ലോപ്പ് ഓടായിരുന്നു. അപ്പോൾ അതിനുശേഷം ലാൽ ജോസിന് ഒരു സൂപ്പർ ഹിറ്റ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത പടമായിരുന്നു മീശമാധവൻ. അപ്പോൾ ആ മീശമാധവനിലെ കമ്പോസിങ്ങിന് വേണ്ടിയിട്ട് ലാൽ ജോസും വിദ്യാസാഗറും ഗിരീഷ് പുത്തഞ്ചേരിയും ഒക്കെ ആയിട്ട് മൂന്നാറിലേക്ക് പോയി കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലിരുന്നിട്ട് അവർക്കൊന്നും വരാത്തതുകൊണ്ട് അവർ റൂമിന് പുറത്തിറങ്ങി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടേക്ക് ഇരുന്നപ്പോഴാണ് മൂന്നാറിലെ സന്ധ്യ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മനസ്സിൽ വന്ന വരികളാണ് മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം. മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം, അതല്ലേ? അങ്ങനെ എഴുതിയ പാട്ടാണത്. ഈ ഡീറ്റെയിൽ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അപ്പോഴാണ് അയ്യോ ഇങ്ങനെ ആയിരുന്നു ഇതൊക്കെ ഉണ്ടായത് എന്ന് തോന്നിപ്പോകും അല്ലേ? അതുപോലെ തന്നെ തമിഴിലേക്ക് വരുമ്പോൾ തമിഴിൽ ഒരു ഇപ്പം നല്ല പാട്ടുകളുണ്ട്, കൊഞ്ച നേരം. പക്ഷെ അതിനകത്ത് ഓരോ വേർഡ്സ് അല്ലേ, ചില വേർഡ്സുകൾ നമുക്ക് കേൾക്കുമ്പം നമ്മുടെ മലയാളീകരിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇത് തോന്നുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചാറ്റൽ മഴയാണ് എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ തമിഴും ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയോ? ഇനി തമിഴായിരിക്കുമോ നമുക്ക് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽസ് കാണാൻ? അല്ല, ഞാൻ ശരിക്കും എൻ്റെ സ്ഥലം പാറശാലയാണ്. പാറശാല എന്ന് പറയുന്നത് ബോർഡറാണ്, കേരള തമിഴ്നാട് ബോർഡറാണ്. നമ്മുടെ ബന്ധുക്കളെല്ലാവരും തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലായിടത്തുമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ തമിഴ് പാട്ടുകളുടെയും തമിഴ് സിനിമകളുടെയും ഒക്കെ ഭയങ്കരമായിട്ടൊരു സ്വാധീനം ഉണ്ട്. അപ്പോൾ ഈ ബോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചില മലയാളം വാക്കുകളുടെ തമിഴ് അറിയായിരിക്കും, ചില തമിഴ് വാക്കുകളുടെ മലയാളം അറിയാനും ഒക്കെ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ അങ്ങനെ അറിയാമെന്നുള്ളൊരു വാക്കാണ് ഈ തൂറൽ എന്ന് പറയുന്നത്. ഒരുപാട് പാട്ടുകളിൽ ഇത് കേട്ടിട്ടുണ്ട്, നമുക്കിപ്പോൾ അത് നോർമലാണ്. പക്ഷെ ചിലർക്ക്, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ചിലർക്ക് അത് അർത്ഥം അറിയാത്തവർക്ക് ചിലർക്ക് കേൾക്കുമ്പോൾ അയ്യേ എന്നൊരു ഫീല് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതാരുടെയും കുറ്റമൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവേണ്ട കാര്യമില്ല. അതുപോലെ മനോഹരമായ ഒരു വാക്കാണ്. അതാണ് ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ പാറശാലയാണ് വീടെന്ന് പറഞ്ഞു, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്. അതെ, അച്ഛൻ സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, പാറശാല വിജയൻ. ഓ ശരി, ഓക്കെ. അതുകൊണ്ടാണോ ഈ ഒരു ഫീൽഡിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു കാരണമായത്? ആയിരിക്കാം. ആണല്ലേ? ഓക്കെ. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈഫ് ആണെന്ന് തോന്നുന്നു അല്ലേ വീഡിയോ ഒക്കെ എടുത്തു തരുന്നതും എല്ലാം? ഫ്രണ്ട്സ് ഉണ്ട്, ഒരു 10-15 പേരുണ്ട്. ആരാണോ അപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നത്. ഇവരെയൊക്കെ നമുക്ക് ഇനി എപ്പോഴാണ് കാണാൻ പറ്റുക? അത് അതന്നെ വൈഫ് പറയുന്നുണ്ട്, വീഡിയോ എടുക്കുന്ന ആകാശ് ഇവരൊക്കെ പറയുന്നുണ്ട്, ഇവരെല്ലാവരെയും കൊണ്ടുവന്നിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അത് താമസിയാതെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഗെയിംസ് അല്ല, ഈ പാട്ടുകളെ തന്നെയാണ്. ഒരു പാട്ട് ഞാൻ തിരിച്ച് റിവേഴ്സായിട്ട് പറയാം. അപ്പം അതൊന്ന് നേരെയാക്കണം. അതായത് കുറുമ്പിൻ്റെ തെന്നലെ കുഞ്ഞു അല്ലിയാമ്പലല്ല അവൾ, മൂവന്തിയിൽ മുല്ലയാവില്ല, വേളയിൽ പുലർ പൂനിലാവല്ല. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ പോയാൽ അതിൻ്റെ ആദ്യ ലൈൻ എത്തും. അത് പറഞ്ഞാൽ ശരിയാവത്തില്ല. മനസ്സിലായി കാണും ഏതാണ്? മുല്ലയാവില്ല മൂവന്തിയിൽ അല്ലേ, അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലേ കുറുമ്പിന്റെ. സൂപ്പർ. അടുത്തത് ഞാനൊരു അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ പാടാം, സെക്കൻഡ് ലൈൻ പാടണം. അതിനൊരു കഥയും അതിനകത്തുണ്ട്, അത് പാടാം. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല.
പട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാനാ കരുതി ഞാൻ. പട്ടുറുമാലു വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂടു മാത്രം മതിവൾക്ക്. ഓക്കെ. അപ്പൊ അതിലൊരു കഥയില്ലേ, പറഞ്ഞില്ലേ, നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു കഥ പറഞ്ഞല്ലോ. എന്തുവാണ് പറഞ്ഞത്? അതായത് വൈഫിനെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഹസ്ബൻഡ് ഗൾഫിലുള്ള ഹസ്ബൻഡ് ചോദിക്കുന്നതാണ് എന്നൊരു രീതിയിൽ. അതൊന്ന് നമുക്കൊന്ന് അതേ രീതിയിലൊന്ന് പറഞ്ഞു തരാമോ? അതേ രീതിയിലെന്ന് പറയുമ്പോൾ അത് ശരിക്കും ആ പാട്ട് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതിൻ്റെ ആ സിംപ്ലിസിറ്റി കൊണ്ടും എം ജയചന്ദ്രനാണ് മ്യൂസിക്. അപ്പോൾ അതിൽ ഈ കഥ അറിയാലോ, പുള്ളിക്കാരൻ ഗൾഫിലാണ്, ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പം വരുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കാനായിട്ട് പട്ടുറുമാലും വാസന തൈലവും ഒക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയുന്നത് അതൊന്നും വേണ്ട, ആ നെഞ്ചിൽ ചൂട് മാത്രം മതി എന്ന് പറയുന്നത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അതിൽ പ്രത്യേകിച്ച് വേറെ കഥകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, എൻ്റെ അറിവിലില്ല. കഥകളുണ്ടാവും, നമ്മുടെ അറിവിലില്ല. ഓക്കെ. ആദ്യ സമാഗമമായി യാമിനി ഡാഷ് തെന്നൽ തഴുകുന്ന പോൽ തളരും താമര മലരായി നീ റീലാവതിയായി. ഓക്കെ. അത് വേറെന്തോ ആണ് ഉച്ചരിക്കുന്നത് അല്ലേ? പക്ഷെ അല്ല, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് അത് ശരിയായിട്ട് പാടുന്നുണ്ട്. പക്ഷെ ചിലർ എന്നെ പോലുള്ള ചില വണ്ടന്മാര് അത് തെറ്റിച്ചാണ് പാടുന്നത്. അപ്പം അങ്ങനെയുള്ള എന്നെ പോലുള്ള ചിലർക്ക് വേണ്ടിയിട്ട് ആണ് ഞാനിത് അറിയുമ്പോൾ ഓക്കെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, അപ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് കാണും, അപ്പോൾ അവർക്ക് ഒരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് ഷെയർ ചെയ്യുന്നത്. വ്രീളാവതി പലരും എന്തുവാണ് പല വാക്കുകളും പാടാറുണ്ട്. ഞാനും കുട്ടിക്കാലത്ത് വെള്ളാവതി എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പാടി നടന്നിട്ടുണ്ട്. പിന്നീടാണ് അത് മനസ്സിലാവുന്നത് വ്രീളാവതി ലജ്ജാവതിയാണ്. ഓക്കെ. ഒരു സിംഹമലയും കാട്ടിൽ തുണയോടെ അലറും കാട്ടിൽ കേൾക്കുമ്പോ നമുക്ക് ബാക്കിയുള്ള ലൈൻസ് സത്യം പറഞ്ഞ എന്റെ അമ്മയെ സിത്താര് തരികിട്ടയോ എന്നൊക്കെ തോന്നും. അതെങ്ങനെയാണ് കറക്റ്റ് വേർഡിങ് ഒന്ന് പറയോ? സിത്താറിൽ തരഫിട്ട് ചിട്ട വെച്ച് താളമിട്ട് ചിട്ട സ്വരമൊരുക്കി പാടടി സരിഗമ 8 കട്ട മൃദംഗത്തിൽ ഹെച്ചുകെട്ട ശ്രുതിയിട്ട് പക്കാല കച്ചേരി പാടടി പദനിസ. അമ്മേ അടിപൊളി. ഞാൻ തിരിഞ്ഞു പോയെന്ന സംശയം ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെയാണ്. അതെങ്ങനെ ഇത് ഈ ലിറിക്സ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു? യൂട്യൂബിൽ കയറുന്നു, സ്ലോയിൽ ഇടുന്നു, കേൾക്കുന്നു, എന്നിട്ട് പഠിക്കുന്നു, എന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഇതാണ് സംഭവം, അല്ലാതെ തരികിട ഒന്നും അല്ല എന്ന് പറയുന്നു അല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് ഒരു 2010-11 സമയം മുതൽ. അപ്പോൾ പല ഗ്രൂപ്പുകളിലും വരുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പം ഈ പാട്ടിനെ പറ്റിയിട്ടും ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു എന്തുവാണ് പേജ് തുടങ്ങി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ, നോക്കി ഇങ്ങനെ ഒരു സാധനം എപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പാട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. പിന്നെ ശരിക്കും ഫോണും ഗൂഗിളും തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സ്. ഈ തരഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, അപ്പം അത് സെർച്ച് ചെയ്തു. അപ്പോൾ അതിങ്ങനെ സിത്താറിന്റെ ഒരു സ്ട്രിങ്സിനെ പറയുന്ന പേരാണ് തരഫ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുകളൊന്നും നമുക്കില്ല. അതൊക്കെ ഇനിയിപ്പോൾ പാട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുമോ? ഇനിയോ? പാടല്ലേ. എന്നാലും പാട്ടിന് അങ്ങനെ പ്രായമൊന്നുമില്ല, ഏത് പ്രായത്തിലും പാട്ട് പഠിക്കാന്നാണല്ലോ. അപ്പം ഇപ്പോൾ ലിറിക്സ് എഴുതുന്നുണ്ട്, എന്താണ് ആഗ്രഹം? ഒരു മ്യൂസിക് ഡയറക്ടർ ആവാനാണോ, ഒരു അല്ലാത്തൊരു ഡയറക്ടർ ആവാനാണോ? എന്താണ് ആഗ്രഹം? ഡയറക്ടർ ആവാനൊന്നും ആഗ്രഹം, കാരണം നമുക്ക് അതിനുള്ള ഒരു ബേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ലിറിസിസ്റ്റ് ആവണം. ലിറിസിസ്റ്റ് ഓക്കെ. ലിറിസിസ്റ്റ് ശരിക്കും കാശിന് വേണ്ടി എഴുതി തുടങ്ങിയതാണ്. അതല്ലേ, പിന്നെ ആ വരികൾ കൊള്ളായിരുന്നുള്ളത് കൊണ്ട് വീണ്ടും എഴുതാൻ പറ്റി എന്നുള്ളതാണ്. ശരിക്കും ഡയറക്ടർ ആവണം, സിനിമ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആഗ്രഹം. അതെ, ലൊക്കേഷൻ കണ്ടെത്തുന്നുണ്ടല്ലോ, ഓരോ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടും ലൊക്കേഷൻ, ഓരോ പാട്ടിന്റെയും അതേ ലൊക്കേഷൻസ് കണ്ടെത്തുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? വീടിനടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കൂടുതലും ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഈ കൂടുതലും പച്ചപ്പും ഗ്രാമീണതയും ഗ്രാമഭംഗിയും ഒക്കെ വരുന്ന പാട്ടുകളായതുകൊണ്ട് വീടിനടുത്ത് പാടമുണ്ട്, അവിടെ ചെന്നെടുക്കും. പിന്നെ ഇതുണ്ട്, നെയ്യാറുണ്ട്, അപ്പൊ അതിന്റെ കടവത്ത് പോയിരുന്നെടുക്കും. പിന്നെ വെള്ളായണിയുണ്ട്, പിന്നെ ആ കിരീടം പാലം വെള്ളായണിയുണ്ട്, അപ്പൊ അവിടെ ചെന്നപ്പോ കിരീടത്തിലെ പാട്ടെടുത്തു. പിന്നെ ഇടുക്കി ട്രിപ്പ് പോയി, അപ്പം ഇടുക്കിയുടെ സൗന്ദര്യം അവിടെ നിന്ന് ആസ്വദിച്ചെടുത്തു. അങ്ങനെയാണ് ലൊക്കേഷൻസ് കിട്ടുന്നത് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇൻസ്റ്റയില് ഏതെങ്കിലും ഇപ്പൊ ഓർമ്മയുള്ള ഒരു റീല് അതുപോലെ ഒന്ന് പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാമോ? ആ ഒരു പാട്ടൊക്കെ പാടി ഒന്ന് അവതരിപ്പിക്കാമോ? ഞാന് ശരിക്കും ഇത് ഇൻസ്റ്റയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു സ്ക്രിപ്റ്റ് ആദ്യം റെഡിയാക്കും.
അപ്പോൾ ആ സ്ക്രിപ്റ്റ് നമ്മുടെ അതാണ് എല്ലാ വീഡിയോയിലും ഫോൺ കയ്യിലുള്ളത്, അത് നോക്കുക വായിക്കുക അല്ലേ, നോക്കുക പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് കാണാതെ പറയാൻ ഇത്തിരി പ്രയാസമാണ്. എന്നാലും ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം പൊന്നോലത്തുമ്പിൽ തന്നെ പറഞ്ഞോളൂ. ഭൂരിഭാഗം മലയാളികളും തെറ്റിച്ചു പാടുന്ന ഒരു പാട്ടാണ് ഇങ്ങനെ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് പാട്ടിടും. അപ്പം ശരിക്കും പലരും ഈ പാട്ട് പാടുന്നത് പൊന്നോല തുമ്പി പൂവാലി തുമ്പി എന്നാണ്. എന്നാൽ ശരിക്കും പൊന്നോല തുമ്പി എനിക്ക് തന്നെ തെറ്റിപ്പോയി. ശരിക്കും പൊന്നോല തുമ്പിൽ പൂവാലി തുമ്പി എന്നുള്ളതാണ്. ഇവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും അത് കേൾപ്പിക്കും. അപ്പൊ ഈ പാട്ട് പറയുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അപ്പൊ ചിലർക്ക് ഇതിൽ വന്നിട്ട് കമന്റ് ചെയ്യും പൊന്നോല തുമ്പിൽ മാത്രമല്ല പൂവാലി തുമ്പിൽ എന്നുകൂടിയാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും കേട്ട് നോക്കുമ്പോൾ ഒരു 2-3 കമന്റ് ഇങ്ങനെ വരും. അപ്പൊ കേട്ട് നോക്കുമ്പോൾ അയ്യോ ഇനി അവിടെയും ഇല്ലുണ്ടോ എന്നൊരു തോന്നല് ശരിക്കും. പക്ഷെ അങ്ങനെ ഇല്ല എന്നാണ് വിശ്വാസം. അപ്പം അങ്ങനെയും ആളുകളെ വന്നിട്ട് ഇതാണ് കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട് അല്ലേ? ഉണ്ട് ഒരുപാട് പേര്. കാരണം ഞാൻ പറഞ്ഞാൽ ഇത് ആധികാരികമായി ഞാൻ കൈതപ്പുറത്തിന്റെ അടുത്തുനിന്ന് സാർ ഇങ്ങനെയാണ് അങ്ങനെ പറയുന്നതല്ല. അല്ല, കാരണം പുള്ളിക്കാരോ ആരെങ്കിലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടവര് പലയിടത്തും എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ആളുകൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പം എന്താണ് തോന്നുന്നത് അതല്ലേ സംസാരിക്കുന്നത്. പെട്ടെന്ന് ചിലപ്പോൾ കൃത്യമായ ഒരു ഓർമ്മ കാണില്ല. അപ്പൊ അവര് തന്നെ അതിന്റെ ഒരു വേറൊരു വെർഷൻ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഞാനത് പണ്ടങ്ങോ കേട്ടതായിരിക്കും. അപ്പൊ അതിന് ഞാൻ എന്റെ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് വേറൊരു വേർഷനായിരിക്കും. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് വരും. ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഗെയിമാണ്, കുസൃതി ചോദ്യങ്ങൾ കുറച്ച് ഒരു 2-3 എണ്ണം അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അത് നമ്മുടെ സെഗ്മെന്റിലുള്ളതാ. ഓക്കെ, ആരും ഇഷ്ടപ്പെടാത്ത ഒരു ദേശം. ആരും ഇഷ്ടപ്പെടില്ല ഇത് ദേശം. അറിയില്ല. ഉപദേശം. ഉപദേശിക്കുന്നത് അങ്ങനെ അധികം ആർക്കും ഇഷ്ടമല്ലല്ലോ. ഓക്കെ, അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി. ഇതൊക്കെ എളുപ്പമുള്ളതാ. ഞാൻ പിന്നെ എളുപ്പമുള്ള ചോദിക്കാന്ന് വിചാരിച്ചു. പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നല്ലത്. കയറ്റം കിട്ടുന്ന ജോലി. ക്ലൂ നമ്മൾ ഡെയിലി യൂസ് ചെയ്യും. ഈ ഒരു സംഭവം വെച്ചിട്ട് ഡെയിലി നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഡെയിലി ഉണ്ടാവും. ഡെയിലി ചപ്പാത്തിയാണോ കഴിക്കുന്നത്? ആണോ? പൊറോട്ട അല്ല, അതാ പൊറോട്ട ആകുമ്പോ അടിക്കാലോ. അതൊക്കെ അല്ല. അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി. അടിവെച്ച് കയറുന്ന എവിടെയാ? പടിക്കെട്ട്. അടിവെച്ച് കയറുന്നത് പടിക്കെട്ടോ? ഞാൻ പറയട്ടെ, തെങ്ങുമ്മക്കയറ്റം. ഓക്കെ, അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പറയുന്നത് നമ്മള് തേങ്ങ അരച്ചെന്ന് ചെയ്യല്ലോ, അല്ലെങ്കിൽ എണ്ണയാണ്. പണ്ട് കേട്ടിട്ടുള്ളതാ. അതെ. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരുന്ന ജീവി. കുളിച്ചുകൊണ്ടിരിക്കും. എളുപ്പ, വെരി സിമ്പിൾ. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരുന്ന ജീവി. എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു അറിവില്ല. ഇതൊക്കെ ഈ ഒരു ജീവി എല്ലാ പാട്ടുകളിലും മിക്കവാറും കാണും. ഏത് പാട്ടിലെന്ന് പറയാം? മറക്കുടയാൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല മഷിക്കരുപ്പാൽ മീനല്ല. ഓക്കെ, മീൻ. ശരി, വിശപ്പുള്ള ഒരു രാജ്യം. വിശപ്പ്. വത്തിക്കാനോ? എന്റെ ദൈവമേ, വത്തിക്കാനില്ല. അല്ലല്ല. വിശപ്പിന്റെ ഇംഗ്ലീഷ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് ആണ്. അത്രയും വലിയ ഇംഗ്ലീഷ് ഒന്നും ചിന്തിക്കട്ടെ, വളരെ ചെറിയ ഇംഗ്ലീഷ് ചിന്തിച്ചാൽ മതി. ഹംഗറി. കറക്റ്റ്. അതെങ്കിലും ഞാൻ പറയിപ്പിച്ചു. എന്തായാലും നമുക്ക് ലാസ്റ്റ് സെഗ്മെന്റ് ഉണ്ട്, ടിപ്സ് ഫോർ ഓഡിയൻസ് എന്നാണ് നമ്മുടെ സെഗ്മെന്റിന്. അതിൽ അതായത് ദിവാകൃഷ്ണയുടെ ലൈഫിൽ ദിവാകൃഷ്ണ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഫോളോ ചെയ്യുന്ന കാര്യം അതിപ്പോ ഈ മോട്ടിവേഷൻ
അങ്ങനെയാണ്. അതിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അല്ല അങ്ങനെയല്ല, മോട്ടിവേഷണൽ സ്പീച്ചായിട്ട് ദിവാകൃഷ്ണ ഒന്ന് എടുത്തു പറയണം എന്നുള്ളതല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ളത്. അതെ, അത് സിമ്പിളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, മരിക്കുമ്പോൾ തീരുന്ന കാര്യമില്ലേ, അങ്ങനെ അതാ, അത്രേ ഉള്ളൂ. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്ത് പ്രശ്നം വന്നാലും ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് പിന്നെ കൂടുതൽ അതിനായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഓരോന്നായിരിക്കും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ എന്ത് വന്നാലും ടെൻഷൻ അടിക്കുക, അങ്ങനെയൊക്കെ. അതിലൊന്നും ഒരു കാര്യമില്ല. ടെൻഷൻ വന്നാൽ ഞാനാണെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ഓൾറെഡി പറഞ്ഞു, ഒരു ഡിപ്രഷനൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഒരു ഇതിലേക്കിട്ടൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ ഹാപ്പി അല്ലേ, സന്തോഷാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകട്ടെ എന്ന് നമ്മുടെ സീരിയൽ ടുഡേയുടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ദിവാകൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ശരിക്കും എന്തുവാണ്, വെറുതെ തുടങ്ങിയൊരു പേജാണ് പാട്ട് വർത്താനം. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾക്ക് ഇത്രയും ജനസ്വീകാര്യത കിട്ടുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. അപ്പം അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും എന്തുവാണ് ഫോളോവേഴ്സൊക്കെ വരുന്നതും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം സ്നേഹം, സന്തോഷം. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള അധികം ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുമായിട്ട് വരാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ദിവാകൃഷ്ണയോട് സംസാരിച്ചപ്പോൾ ഒരുപാട് പാട്ടുകളുടെ വിശേഷങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ദിവാകൃഷ്ണ ഒരുപാട് ജെനുവിനായിട്ട് സംസാരിച്ചു. ഇനി ഇതുപോലെയുള്ള സെലിബ്രിറ്റീസുമായിട്ട് വീണ്ടും എത്താം. അതുവരെയും ദിസ് ഇസ് മീ റൻഷ സൈനിങ് ഓഫ്. ബൈ.